പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ പുണ്യതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, വീണ്ടും ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹായുടെ തിരുസന്നിധിയിൽ അവിടുത്തെ തിരുവചനങ്ങളെ ധ്യാനിക്കുവാൻ ചേർന്നിരിക്കുവാൻ ഭാഗ്യമൊരുക്കി തന്ന ദൈവത്തിന് നന്ദി പറയാം. കുരിശിൽ നിന്ന് കേൾക്കുന്ന മൊഴികളാണല്ലോ നമ്മുടെ ധ്യാന വിഷയമായി തീർന്നുകൊണ്ടിരിക്കുന്നത്. 4 ഭാഗങ്ങളിലായി 5 ധ്യാനങ്ങൾ നാം കേട്ടു. കുരിശിൽ നിന്ന് കേട്ട 6ാമത്തെ മൊഴിയാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയമായി വേർതിരിക്കുന്നത്. ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 30-ാം തിരുവചനത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു, നിവൃത്തിയായി എന്നതാണ് 6ാമത്തെ മൊഴി. ഏറ്റെടുത്ത ചുമതലകൾ വളരെ മനോഹരമായി പൂർത്തിയാക്കിയതിൻ്റെ സംതൃപ്തിയിൽ നിന്ന് ഉടലെടുക്കുന്ന സംതൃപ്തിയുടെ വചനമാണ് നിവൃത്തിയായി എന്ന വചനം. ഒരു വലിയ നിയോഗവുമായിട്ടാണ് സ്വർഗം ഭൂമിയിൽ ഇറങ്ങി വന്നത്. സ്വർഗസ്ഥനായവൻ മനുഷ്യജന്മമെടുത്തത് ആ നിയോഗം പൂർത്തിയാക്കാനാണ്. ആ നിയോഗം ഇതായിരുന്നു: പാപിയെ തൻ്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക. പാപിയെ തൻ്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന നിയോഗവുമായി സ്വർഗം വിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്ന തമ്പുരാൻ ആ നിയോഗം നിവർത്തിയാക്കുവാൻ വേണ്ടി പാപത്തിൻ്റെ ശിക്ഷ സ്വയം ഏറ്റെടുത്തു. അതല്ലാതെ മറ്റൊരു സാധ്യതയുണ്ടായിരുന്നില്ല. ഒരു വശത്ത് ദൈവത്തിൻ്റെ നീതിയും മറുവശത്ത് ദൈവത്തിൻ്റെ സ്നേഹവും നിൽക്കുന്നു. ദൈവത്തിൻ്റെ നീതി പറയുന്നു, പാപി ശിക്ഷിക്കപ്പെട്ടേ മതിയാകൂ, പാപി മരിക്കണം. ദൈവത്തിൻ്റെ സ്നേഹം അപ്പോൾ തന്നെ മറുവശത്തു നിന്ന് പറയുന്നു, പാപി രക്ഷിക്കപ്പെട്ടേ മതിയാകൂ, പാപി വീണ്ടെടുക്കപ്പെടണം. ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ സ്നേഹവും തമ്മിൽ ഇവിടെ നടന്നതായ സംഘർഷത്തിനൊടുവിൽ ദൈവത്തിൻ്റെ നീതി നിവർത്തിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയതാണ് ക്രൂശിൽ കണ്ടത്. പാപിയുടെ മേൽ വരേണ്ട പാപത്തിൻ്റെ ശിക്ഷ പാപമില്ലാത്ത പരിശുദ്ധൻ ഏറ്റെടുത്തുകൊണ്ട് പാപിയുടെ മേൽ നിന്ന് മരണശിക്ഷ മാറ്റി. അങ്ങനെ പാപിയുടെ മേൽ വരേണ്ട മരണശിക്ഷ മാറിക്കിട്ടിയപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ജയിച്ചു, ദൈവത്തിൻ്റെ നീതിയും ജയിച്ചു, ദൈവത്തിൻ്റെ സ്നേഹവും ജയിച്ചു. അതിന് ദൈവം മനുഷ്യൻ്റെ മേൽ വരേണ്ട പാപശിക്ഷ ഏറ്റു. ഇതാണ് ക്രൂശിൽ സംഭവിച്ചത്. നാം പലപ്പോഴും ക്രൂശിൽ സംഭവിച്ചതിൻ്റെ വില മനസ്സിലാക്കാതെ പോകുന്നു പ്രിയപ്പെട്ടവരെ. അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി നാം വെറുതെ വായിച്ചു തള്ളുന്ന ഒരു ചിന്തയായി ഇത് മാറിപ്പോകരുത്. യേശുക്രിസ്തുവിൻ്റെ മൂല്യം മനസ്സിലാകുന്നത് അപ്പോഴാണ്. നമ്മൾ ആരാധിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാകുന്നത് അപ്പോഴാണ്. യഥാർത്ഥത്തിൽ കുരിശിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ബോധ്യപ്പെടണം. ഒരു മാരത്തോൺ ഓട്ടമോടിയ ആളത് പൂർത്തിയാക്കിയ ആ ഓട്ടക്കാരനെ പോലെയാണ് കർത്താവ് തൻ്റെ ഓട്ടം പൂർത്തിയാക്കി, തൻ്റെ നിയോഗം പൂർത്തിയാക്കി നിൽക്കുന്നത്. 33.5 വർഷം ഈ ഭൂമിയിൽ ആ നിയോഗം പൂർത്തിയാക്കാനുള്ള ഓട്ടം അവൻ ഓടി. എന്നാൽ ഓട്ടം ആരംഭിച്ചത് ഭൂജാതനായപ്പോഴല്ല. ആദിയിൽ ഏദൻ തോട്ടത്തിൽ ആദിമനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ അന്നു മുതൽ അവനെ വീണ്ടെടുത്ത് നഷ്ടപ്പെട്ട ആ ദൈവസ്നേഹത്തിൽ ഒരുമിപ്പിക്കുവാനുള്ള ഓട്ടം ദൈവം ഓടാൻ ആരംഭിച്ചതാണ്. സഹസ്രങ്ങളോളം നീണ്ടുനിന്നതായ വിശ്രമമില്ലാത്ത ഓട്ടത്തിൻ്റെ പരിപൂർത്തീകരണം ഒന്നാമനായി ജയിച്ചപ്പോഴുള്ളതായ ആനന്ദം. ഇതാണ് യേശുക്രിസ്തു പറഞ്ഞത് നിവൃത്തിയായി എന്ന്. ശിക്ഷ നടപ്പിലായി, ആകയാൽ ഇനി പാപിയുടെ മേൽ ശിക്ഷ വരില്ല.
ശിക്ഷ നടപ്പിലായി. ആകയാൽ ഇനി പാപിയുടെ മേൽ ശിക്ഷ വരില്ല. ലോകത്ത് ആർക്കും തരാനാകാത്ത പ്രത്യാശ, അതാണ് യേശു ക്രിസ്തു തരുന്നത്. ജീവിതം യേശുവിന് സമർപ്പിക്കുന്നവരുടെ ശിക്ഷ തീർത്തും മാറിക്കിട്ടുകയാണ്. ജീവിതം യേശു ക്രിസ്തുവിന് സമർപ്പിക്കുന്നവരുടെ ശിക്ഷ അതാണ് മാറിക്കിട്ടുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ശിക്ഷ തീർത്തും മാറിക്കിട്ടുകയാണ്. അതാണ് കുരിശിൽ സാധിപ്പിച്ചത്. ഏറ്റെടുത്ത നിയോഗം കൃത്യമായി നിർവഹിച്ച ഒരാൾക്ക് മാത്രം പറയാൻ കഴിയുന്ന ഒരു വാക്കാണ് നിവൃത്തിയായി എന്ന വാക്ക്. വേറെ ആർക്കും അത് പറയാൻ കഴിയില്ല. ഏറ്റെടുത്ത നിയോഗം പാതി വഴിയിൽ ഉപേക്ഷിച്ച ഒരാൾക്ക് ഈ വാക്ക് പറയാൻ കഴിയില്ല. ഏറ്റെടുത്ത നിയോഗം അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ പോലും കഴിയാത്ത ഒരാൾക്ക് ഈ വാക്ക് പറയാൻ കഴിയില്ല. ഏറ്റെടുത്ത നിയോഗം ഒരുപാട് കാലം ഓടിയിട്ടും അത് പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ഒരാൾക്ക് ഇത് പറയാൻ കഴിയില്ല. അത് പൂർത്തിയാക്കിയ ഒരാൾക്ക് മാത്രം പറയാൻ കഴിയുന്ന വാക്കാണ് നിവൃത്തിയായി എന്ന വാക്ക്. 2 ചോദ്യങ്ങൾ ഈ ചിന്തയിൽ നിന്ന് ഉരുത്തിരിയുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം, യേശു ക്രിസ്തുവിൻ്റെ പ്രഖ്യാപനം എന്നിൽ നിവൃത്തിയായോ എന്നുള്ളതാണ്. നിവൃത്തിയായി എന്ന യേശു ക്രിസ്തു ആത്മസംതൃപ്തിയോടെ പറഞ്ഞ വാക്ക് എന്നിൽ നിവൃത്തിയായോ? എല്ലാവരും സ്വയം ചോദിക്കേണ്ട ചോദ്യം. ആ യാഗം മൂലം ഞാൻ പാപത്തിൽ നിന്നും അതിൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടുവോ? എന്നിൽ നിവൃത്തിയായോ? ഞാനിപ്പോഴും പാപത്തിൽ തന്നെ ഇരിക്കുന്നുവെങ്കിൽ, ഞാനിപ്പോഴും പാപത്തെ ആസ്വദിക്കുന്നുവെങ്കിൽ, ഞാനിപ്പോഴും പാപത്തിൻ്റെ ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും യേശു ക്രിസ്തുവിൻ്റെ പ്രഖ്യാപനം എന്നിൽ നിവൃത്തിയായിട്ടില്ല. ഇത് നാം എല്ലാവരുടെയും സ്വയപരിശോധനയ്ക്കുള്ള ഒരു സമയമായി തീരട്ടെ. യേശു പറഞ്ഞ ഈ പ്രഖ്യാപനം എൻ്റെ ജീവിതത്തിൽ നിവൃത്തിയായിട്ടുണ്ടോ എന്ന സ്വയപരിശോധനയ്ക്ക് ചോദിക്കും, ഞാനിപ്പോഴെവിടെയാണ് നിൽക്കുന്നത്? എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കർത്താവേ, അവിടെ നിന്ന് നിവൃത്തിയായി എന്ന് പറഞ്ഞ വചനം എന്നിലാണ് നിവൃത്തിയാകേണ്ടത്. എൻ്റെ അനുതാപത്തിലൂടെയാണ് അത് നിവൃത്തിയാകേണ്ടത്. കർത്താവേ, അതെന്നിൽ നിവൃത്തിയാകണം. ഞാനാണത് നിവൃത്തിയാക്കേണ്ടത്. എന്നാൽ ഇതൊന്നും സംഭവിച്ചിട്ടില്ല തമ്പുരാനെ. ഞാനിപ്പോഴും പാപത്തിൽ തന്നെ ഇരിക്കുന്നു, പാപത്തിൻ്റെ രസങ്ങൾ ആസ്വദിക്കുന്നു. കുരിശിൻ്റെ ചുവട്ടിലൊന്ന് മുട്ടുമടക്കിയിട്ട്, നാഥാ, ഇപ്പോൾ ഞാനത് നിവൃത്തിയാക്കുന്നു എന്ന് നിറകണ്ണോടെ ഒന്ന് പറയാൻ കഴിയുമോ? സ്വന്തം പാപത്തെക്കുറിച്ചോർത്തൊന്ന് നെടുവേർപ്പെട്ട് കരയാൻ കഴിയുമോ? കുരിശിൽ നിന്ന് ഒഴുകി വരുന്ന ആ രക്തത്തുള്ളികളിൽ ഒരു തുള്ളിയെങ്കിലും ശിരസിലൊന്ന് വീഴിക്കാൻ മനസ്സ് വരുമോ? അപ്പോഴാണ് ഈ നിയോഗം എന്നിൽ പൂർത്തിയാകുന്നത്. ആവർത്തിച്ച് പറയുന്നു, പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുതപിച്ച് കുമ്പസാരിക്കുമ്പോഴാണ് ഈ നിയോഗം പൂർത്തിയാകുന്നത്. എന്നേക്കുമുള്ള ഒരു മാറ്റം നമ്മിലുണ്ടാകുമ്പോഴാണ് ഈ നിയോഗം, ഈ പ്രഖ്യാപനം നമ്മളിൽ നിവൃത്തിയാകുന്നത്. നിവൃത്തിയായി എന്ന് കർത്താവ് പറഞ്ഞത് മനുഷ്യൻ്റെ രക്ഷ നിവൃത്തിയായി എന്നാണ്. പാപിയുടെ രക്ഷ നിവൃത്തിയായി എന്നാണ്. പാപി രക്ഷപ്പെട്ടു എന്നാണ്. ഇനി പാപിയുടെ മേൽ ശിക്ഷയില്ല എന്നാണ്. പാപി രക്ഷ പ്രാപിച്ചു കഴിഞ്ഞു എന്നാണ്. അത് എന്നിൽ നിവൃത്തിയായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് അത് എന്നിൽ നിവൃത്തിയാകണം. ഈ പ്രഖ്യാപനം തരുന്ന രണ്ടാമത്തെ ചോദ്യം, ഒന്നാമത്തേത് എന്നിൽ നിവൃത്തിയായോ എന്നായിരുന്നു. ഈ രണ്ടാമത്തെ ചോദ്യം, എന്നെ ദൈവം ഏൽപ്പിച്ച നിയോഗം ഞാൻ പൂർത്തിയാക്കിയോ എന്നുള്ളതാണ്. ഓരോ മനുഷ്യനും താൻ ആയിരിക്കുന്ന അവസ്ഥയിൽ വ്യക്തമായ ചില നിയോഗങ്ങളുണ്ട്. എന്നെ ഏൽപ്പിച്ച ആ നിയോഗങ്ങൾ ഞാൻ പൂർത്തിയാക്കിയോ? ചിന്തിക്കുക. ഞാൻ സാക്ഷ്യമുള്ള
ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ക്രിസ്ത്യാനിയായി ജീവിക്കണം. എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണമെന്ന ആ ദൈവീക പദ്ധതി ഞാൻ നിവർത്തിയാക്കിയോ? ആ നിയോഗം ഞാൻ നിവർത്തിയാക്കിയോ? രണ്ടാമത്, ഞാൻ എന്നാൽ ആവോളം സുവിശേഷ വേല ചെയ്യണം, ആത്മാക്കൾ നേടണം. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി എൻ്റെ കഴിവിൻ്റെ പരമാവധി എൻ്റെ സാധ്യതകളെല്ലാം ഞാൻ ഉപയോഗിക്കണം. അത് ഞാൻ നിവർത്തിയാക്കിയോ? മൂന്നാമത്, ദൈവം എന്നെ ഏൽപ്പിച്ചതായ സാധ്യതകളെല്ലാം ഉപയോഗിച്ച് ഞാൻ അനാഥരെ സംരക്ഷിക്കണം, വിധവമാർക്ക് കാവലാളാകണം, രോഗികൾക്ക് ചികിത്സകനും ഔഷധവുമാകണം, നിരാശ്രയർക്ക് അഭയമാകണം. വെറുക്കപ്പെട്ടവർക്കും ആർക്കും വേണ്ടാത്തവർക്കും ഞാൻ ആശാകേന്ദ്രമായി മാറണം. ഇതിലേതെങ്കിലുമൊക്കെ എന്നിലൂടെ നിവൃത്തിയാക്കപ്പെട്ടിട്ടുണ്ടോ? സങ്കടപ്പെട്ട് കരയുന്ന മനുഷ്യരെ കൺമുമ്പിൽ കണ്ടിട്ടും അവരുടെ സങ്കടങ്ങളിൽ ഇറങ്ങിച്ചെന്നതിന് പരിഹാരം വരുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്നെ ഏൽപ്പിച്ച നിയോഗങ്ങളൊന്നും ഞാൻ നിവൃത്തിയാക്കിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ സ്വാർത്ഥത കൊണ്ട് അന്ധരായി പോയ നമുക്ക് നമ്മുടെ നിയോഗങ്ങളെല്ലാം മറക്കാനാണ് ഇടവന്നിട്ടുള്ളത്. ഞാൻ ആരാണെന്നും ഞാൻ എന്താണെന്നും ഞാൻ എന്ത് ചെയ്യണമെന്നും ഞാൻ എന്താകണമെന്നുമുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുക്കാൻ കഴിയാത്തവരായി നാം മാറിപ്പോകുന്നുണ്ട്. എന്നാൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഈ കാര്യത്തിൽ തികഞ്ഞ സംതൃപ്തി രേഖപ്പെടുത്തിയ ഭാഗ്യവാനാണ്. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7, 8 തിരുവചനങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പ്രഖ്യാപിച്ചു: ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എത്ര മനോഹരമായിട്ടാണ് അപ്പോസ്തലൻ ആ പ്രഖ്യാപനം നടത്തിയത്! പ്രിയമുള്ളവരെ, നാം നല്ല പോരാട്ടം പോരാടിയിട്ടുണ്ടോ? എന്താണൊരു ക്രിസ്ത്യാനിയുടെ പോരാട്ടം? പാപത്തിനെതിരെയുള്ള പോരാട്ടം, വിശുദ്ധിക്ക് വേണ്ടിയുള്ള പോരാട്ടം, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടിയുള്ള പോരാട്ടം, സുവിശേഷ വേലയുടെ വിജയത്തിന് വേണ്ടിയുള്ള പോരാട്ടം. അത് കഴിപ്പാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ പോരാട്ടത്തിൽ നമുക്ക് വിശുദ്ധി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? പാപത്തെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവരാജ്യത്തിനു വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി നമ്മുടെ സമയം, നമ്മുടെ പണം, നമ്മുടെ കഴിവുകൾ പങ്കിടാൻ കഴിഞ്ഞിട്ടുണ്ടോ? സുവിശേഷ വേലയിൽ പങ്കുചേരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നാം പോരാടിയിട്ടില്ല. അപ്പോസ്തലനായ പൗലോസ് പോരാട്ടം എന്ന് പറഞ്ഞാൽ വലിയ യുദ്ധം തന്നെ ചെയ്തവനാണ്. അനേക പ്രാവശ്യം കല്ലേറ് കൊണ്ടു, അനേക പ്രാവശ്യം അടി കൊണ്ടു, നഗ്നനാക്കപ്പെട്ടു, കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരുപാട് കാലം പട്ടിണി കിടന്നു, ഒരുപാട് കാലം ദാഹിച്ചു ജീവിച്ചു, വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ടു, മൃഗയുദ്ധം ചെയ്തു. പോരാട്ടങ്ങളുടെ പരമ്പര. യേശുക്രിസ്തുവിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി, സുവിശേഷ വേലയുടെ പ്രകാശനത്തിന് വേണ്ടി പോരാടിയ ഭാഗ്യവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ വിശ്വാസം കാത്തു. നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടെ വിശ്വാസം കാക്കാൻ? പൂർണ്ണ വിശുദ്ധിയോടെ ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തെ മുറുകെ പിടിച്ച്, സുസ്ഥിരതയോടെ, ചഞ്ചലപ്പെടാതെ, പിന്മാറ്റം കൂടാതെ നമ്മുടെ വിശ്വാസം കാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? രോഗങ്ങൾ വന്നപ്പോൾ ചഞ്ചലപ്പെട്ടില്ലേ? വിശ്വാസത്തിൽ ക്ഷയിച്ചു പോയില്ലേ? ജോലി നഷ്ടപ്പെട്ടപ്പോൾ, സാമ്പത്തികമായി വലിയ തകർച്ച നേരിടേണ്ടി വന്നപ്പോൾ, ജീവിതത്തിൽ ചില തിരസ്കരണങ്ങൾ ഉണ്ടായപ്പോൾ, പ്രതീക്ഷകൾ കൈവിട്ടു പോയപ്പോൾ നാം വിശ്വാസം കാക്കാതെ പോയില്ലേ? അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ ഓട്ടം തികച്ചു. നാം ഓട്ടം തികച്ചിട്ടുണ്ടോ? ട്രാക്കിൽ നിന്ന് മാറാതെ
ഇടം വലം നോക്കാതെ, സമയം നഷ്ടപ്പെടുത്താതെ, മറ്റ് സുഖാസ്വാദനങ്ങളിൽ മനസ്സ് മുഴുകാതെ, ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്നെണ്ണി ഓട്ടം പൂർത്തിയാക്കിയിട്ടുണ്ടോ? ഓർക്കുക, ഇനി സമയം വളരെ കുറവാണ്. നഷ്ടപ്പെടുത്താൻ നമുക്ക് മുമ്പിൽ സമയമില്ല. എന്നിലും ഞാൻ മൂലവും എല്ലാം നിവർത്തിയായി എന്ന് ദൈവം മുമ്പിൽ പറയാൻ കഴിയണം. കഴിയുമോ? കഴിയണ്ടേ? വിശ്വസ്തരാകണം നമ്മൾ. ദൈവത്തെ വഞ്ചിക്കരുത്. വിശ്വസ്തരാകണം നമ്മൾ. ദൈവത്തെ വഞ്ചിക്കരുത്. ഇതാണ് ആറാമത്തെ ധ്യാനം നമുക്ക് തരുന്ന ബോധം. നിവർത്തിയാകണം. കർത്താവ് പറഞ്ഞ വാക്ക്, ഒന്നാമത് എന്നിൽ നിവർത്തിയാകണം, രണ്ട് എൻ്റെ നിയോഗം ഞാൻ നിവർത്തിയാക്കണം. എന്നിട്ട് ജീവിതാവസാനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ, യേശു ക്രൂശിൽ പറഞ്ഞതുപോലെ പറയണം, എൻ്റെ നിയോഗം ഞാൻ നിവർത്തിയാക്കി എന്ന് ഉല്ലാസത്തോടെ പോകാൻ കഴിയണം. ഇവിടെയും നമുക്കൊരു കുമ്പസാരം ആവശ്യമുണ്ട്. കർത്താവേ, എന്നോട് പൊറുക്കണം. നിവൃത്തിയായി എന്ന് പറയാൻ എനിക്കാകുന്നില്ല. ഞാൻ നിന്നിലായിട്ടില്ല. നിനക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ സമയം മുഴുവൻ ലോകത്തിനു വേണ്ടിയും ലോകസുഖങ്ങൾക്ക് വേണ്ടിയും നഷ്ടപ്പെടുത്തി. ഞാൻ നിൻ്റെ സ്നേഹത്തെയും നീ എനിക്ക് വേണ്ടി സഹിച്ച സഹനങ്ങളെയും നിൻ്റെ കുരിശിലെ യാഗത്തെയും മറന്നുപോയി. അതിലുപരി നീ എന്നെ ഏൽപ്പിച്ച നിയോഗങ്ങളെല്ലാം ഞാൻ മറന്നു. കർത്താവേ, മാപ്പ്. ഇന്ന് ഞാൻ എന്നെ തിരുത്തുന്നു. എൻ്റെ തീരുമാനം ഞാൻ പ്രഖ്യാപിക്കുന്നു. ഞാൻ നിവൃത്തിയാക്കും. നിൻ്റെ വാക്കും എൻ്റെ നിയോഗവും നിവൃത്തിയാക്കും. കുരിശിൽ നിന്ന് കേട്ട ഏഴാമത്തെ മൊഴി കൂടെ ഇതോട് ചേർത്ത് പങ്കിട്ട് ഈ പരമ്പര പൂർത്തിയാക്കാം. ഏഴാമത്തെ ശബ്ദം ഇതായിരുന്നു: പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആത്മസംതൃപ്തിയോടെയുള്ള സമർപ്പണത്തിൻ്റെ വചനമാണ് ഈ കേട്ടത്. ആത്മസംതൃപ്തിയുടെ വചനം. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 46-ാം തിരുവചനത്തിലാണ് ഈ ഏഴാമത്തെ മൊഴി വായിക്കുന്നത്. യേശു ലോകം വിട്ടുപോയത് പരിപൂർണ സംതൃപ്തിയോടെയാണെന്നാണ് ഈ ഏഴാമത്തെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പുറപ്പെട്ടു പോയത്, ലോകം വിട്ടുപോയത് പുറപ്പെട്ടു പോന്നിടത്ത് തിരികെ ചേരാനാണ്. തൻ്റെ പരിപൂർണതയിലേക്ക് സ്വയം സമർപ്പിക്കുകയാണ് നാഥൻ. പിതാവേ എന്ന വിളി താൻ മറ്റൊരാളിലേക്ക് ചെന്നു ചേരുന്നു എന്ന അർത്ഥം തരുന്നില്ല. മറിച്ച് ഞാനും പിതാവും ഒന്നാകുന്നുവെന്ന് പറഞ്ഞവൻ തന്നിൽ തന്നെ ഒന്നാകുവാൻ ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. ഭൂമിയിലെ നിയോഗം പൂർത്തിയായി. ഇനി ഞാൻ യഥാസ്ഥാനപ്പെടുന്നു എന്നതാണ് ആ പ്രഖ്യാപനം. പക്ഷേ ആ പ്രഖ്യാപനം ആത്മസംതൃപ്തിയുടെ പ്രഖ്യാപനമാണ്. ഈ സംതൃപ്തിയാണ് നമുക്ക് വേണ്ടത്. ഭൂമിയിലെ നിയോഗം പൂർത്തിയായി. ഇനി താൻ യഥാസ്ഥാനപ്പെടുന്നു. പ്രിയരെ, ഈ ചിന്തയും നമുക്ക് ചില ആലോചനകളും ബോധ്യങ്ങളും പകുത്തു തരുന്നുണ്ട്. എന്താണെന്നല്ലേ? ഒന്നാമതായിട്ട്, യേശുക്രിസ്തു പറഞ്ഞതുപോലെ ഞാൻ തികഞ്ഞ സംതൃപ്തിയോടെ ഈ ലോകം വിട്ടു പോകുമോ, അതോ നിരാശയോടെയും വിലാപത്തോടെയും പോകേണ്ടി വരുമോ? ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോൾ പോകേണ്ടി വന്നാൽ ഏത് മാനസികാവസ്ഥയോടെ പോകും? എപ്പോഴാണ് ലോകം വിട്ട് പോകേണ്ടി വരിക എന്ന വല്ല നിശ്ചയവുമുണ്ടോ? ഒരുങ്ങിയിട്ടുണ്ടോ? ദൈവമക്കളെ, ഈ ചോദ്യങ്ങളെല്ലാം വളരെ ശാന്തമായും സ്പഷ്ടമായും ചോദിക്കുകയാണ്. ഇന്ന് പോകേണ്ടി വന്നാൽ ഞാൻ സംതൃപ്തിയോടെ ലോകം വിട്ടു പോകുമോ, അതോ നിരാശയോടെ ഞാൻ പോകേണ്ടി വരുമോ? എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഞാൻ എൻ്റെ ഉത്തരവാദിത്വങ്ങളെല്ലാം പൂർത്തിയാക്കി
സംതൃപ്തിയോടെയാണോ ഞാൻ നിൽക്കുന്നത്, ഇരിക്കുന്നത്? എപ്പോഴാണ് ഞാനിവിടം വിട്ട് പോകേണ്ടി വരിക എന്നുള്ളത് അറിയുമോ? നിശ്ചയമുണ്ടോ? ഒരുങ്ങിയിട്ടുണ്ടോ? സംതൃപ്തിയോടെ പോകണം. അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവം ആളുകളെ കണ്ടിട്ടുണ്ട്, വളരെ സംതൃപ്തിയോടെ ലോകം വിട്ടുപോയവർ. അവർക്കൊരു സംഘർഷവും ജീവിതത്തിലുണ്ടായിട്ടില്ല. അവരുടെ ആ യാത്ര പോലും എത്ര ആഹ്ലാദകരമായിരുന്നു. വലിയ സമാധാനത്തോടെയാണ് അവർ ലോകം വിട്ടുപോയത്. ആ നിലകളിലേക്കാണ് നമ്മുടെ ആധ്യാത്മികതയ്ക്ക് ദർശനം ലഭിക്കേണ്ടിയിരിക്കുന്നത്. രണ്ടാമതായിട്ട് കർത്താവ് പറഞ്ഞ ഈ പ്രഖ്യാപനം നമുക്ക് തരുന്ന മറ്റൊരു ചിന്ത, ഞാൻ പോയാൽ എൻ്റെ ദൈവത്തിൻ്റെ അരികിൽ ഞാൻ എത്തുമോ, അതോ ഞാൻ മറ്റെവിടെയെങ്കിലുമാണോ എത്തുക? ലാസറിൻ്റെയും ധനവാന്റെയും ഉപമ ലൂക്കോസ് 16 എൻ്റെ ഇവിടുത്തെ ജീവിതം എന്നെ എവിടെ എത്തിക്കും എന്നതിൻ്റെ തെളിവും അടയാളവുമൊക്കെ യേശു പറഞ്ഞതാണ് ആ ഉപമയിലൂടെ. അപ്പോൾ മനസ്സിലാക്കുക, എൻ്റെ നാളെ എന്താകണമെന്ന് എനിക്ക് ഇന്ന് തീരുമാനിക്കാം. ആ ഉപമ വളരെ വ്യക്തമായി പറഞ്ഞു തന്ന ഒരു ബോധ്യമാണത്. എൻ്റെ നാളെ എന്താകണമെന്ന് എനിക്ക് ഇന്ന് തന്നെ തീരുമാനിക്കാം. ധനവാനെ പോലെ അവൻ്റെ പങ്കാളിയായി ജീവിച്ച് പാതാളത്തിലെത്തണമോ, ലാസറിനെ പോലെ അവൻ്റെ പങ്കാളിയായി ജീവിച്ച് പറുദീസായിൽ അബ്രഹാം പിതാവിൻ്റെ മടിയിലെത്തണമോ? എൻ്റെ ലക്ഷ്യം ഏതായിരിക്കണമെന്ന് ഇന്ന് എനിക്ക് തീരുമാനിക്കാം. എൻ്റെ വഴി ഏതായിരിക്കണമെന്ന് ഇന്ന് എനിക്ക് തീരുമാനിക്കാം. പലരും മൊത്തത്തിൽ ധരിച്ചു വച്ചിരിക്കുന്നത് എങ്ങനെയൊക്കെ ജീവിച്ചിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല, കർത്താവ് ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ട്, അതേ കിട്ടുകയുള്ളൂ, പിന്നെ നമ്മൾ എന്തിനാ വെറുതെ? തെറ്റ്, 100% തെറ്റ്. ദൈവം ആർക്കു വേണ്ടിയും ഒന്നും മുൻകൂട്ടി വിധിച്ച് വച്ചിട്ടില്ല. ഇത് അച്ഛൻ മുമ്പ് പലവട്ടം പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ്. ദൈവം ആർക്കു വേണ്ടിയും ഒന്നും മുൻകൂട്ടി വിധിച്ച് വച്ചിട്ടില്ല. ദൈവത്തിന് മുൻവിധിയില്ല. ദൈവം നമുക്കെല്ലാവർക്കും ഒരേപോലെ സാധ്യതകളും അവസരങ്ങളും തന്നിരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇടപെട്ട് നിരന്തരം പ്രബോധിപ്പിക്കുന്നു, തിരുത്തുന്നു, സാധ്യതകൾ നമ്മളോട് പങ്കിടുന്നു, നമ്മളെ ശുദ്ധീകരിക്കുവാൻ വേണ്ടതെല്ലാം ചെയ്യുന്നു. ഒരു മനുഷ്യൻ അത് വിനിയോഗിക്കുന്നത് എങ്ങനെ എന്നതിനനുസരിച്ചിരിക്കും അവൻ്റെ ഭാവി. നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ദൈവം അംഗീകരിക്കുന്നു എന്നേ ഉള്ളൂ. ദൈവം ഒരു തീരുമാനവും മുൻകൂട്ടി എടുത്തു വെച്ചിട്ടില്ല. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവത്തെ കുറ്റപ്പെടുത്തി സ്വന്തം തെറ്റിനെ ന്യായീകരിക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. സാധ്യതകളില്ല അതിന്. അതുകൊണ്ട് ഇന്ന് തീരുമാനിക്കാം. ഇന്ന് ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടാൽ ദൈവസന്നിധിയിൽ ഞാൻ ചെല്ലുമെന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഉറപ്പിക്കണ്ടേ? ജീവിതം അതിന് തക്കവണ്ണം ചിട്ടപ്പെടുത്തണ്ടേ? ബുദ്ധിപൂർവം നാളെയെക്കുറിച്ച് ഉറപ്പ് വരുത്തണ്ടേ? ഉറുമ്പിനെ കണ്ട് ബുദ്ധി പഠിക്കണം. ഉറുമ്പിനറിയാം ഒരു മഴക്കാലം വരുന്നുണ്ടെന്ന്. അത് സോളമൻ എഴുതിയിട്ടുണ്ട്. ഉറുമ്പ് മഴക്കാലം വരുന്നത് മുൻകൂട്ടി കണ്ടിട്ട് മഴക്കാലത്ത് വെള്ളപ്പൊക്കത്തിൽ കൂടുവിട്ട് ദൂരെ പോയി ആഹാരം ശേഖരിക്കാൻ കഴിയില്ല എന്നതിന് അറിയാവുന്നത് കൊണ്ട് മഴക്കാലത്തേക്കുള്ള ആഹാരം വേനൽക്കാലത്ത് ചുമന്നു കൊണ്ടുപോയി കൂട്ടിൽ ശേഖരിച്ച് വയ്ക്കും. മഴക്കാലം മുഴുവൻ സുഖവാസമെടുത്ത് തിന്നു കുടിച്ച് ആനന്ദിക്കും. ആ ഉറുമ്പിനുള്ള ബുദ്ധി പോലും നമുക്ക് ഇല്ലാതെ പോകുന്നു പ്രിയപ്പെട്ടവരെ. ബുദ്ധിരാക്ഷസന്മാരെന്ന് സ്വയം വിധിക്കുന്ന മൂഢന്മാർക്ക് അറിയില്ലല്ലോ ഈ മരണമെന്ന് പറയപ്പെടുന്ന സംഗതിക്കപ്പുറത്ത് ഒരു ജീവിതമുണ്ടെന്ന്. അവരംഗീകരിക്കുന്നില്ലല്ലോ. അതേ, നാളെയെക്കുറിച്ചുള്ള ദർശനം നമുക്കുണ്ടാകണം. ഒരുങ്ങണം. സംതൃപ്തിയോടെ ലോകം വിട്ടു പോകാൻ ഒരുങ്ങണം. ഒരാളുടെ പരിപൂർണത ദൈവത്തിൽ ചേരുന്നതാണെന്ന് മറക്കരുത്. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരാളുടെ ജീവിതം തികച്ചും പരാജയമാണെന്നുള്ളത് മറക്കരുത്.
ഇന്ന് വരെ പരാജയത്തിൻ്റെ ജീവിതമാണ് നയിച്ചതെങ്കിൽ ഇന്നു മുതൽ ജയകരമായ ജീവിതം നയിക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ. നമുക്കും പറയാൻ കഴിയണം, എല്ലാം നിവൃത്തിയായി, ഞാൻ ദൈവമേ നിൻ്റെ സന്നിധിയിലേക്ക് വരുന്നു, എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ തരുന്നു എന്ന്. ആ നിലകളിൽ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ പരിപുഷ്ടിപ്പെടുത്താൻ, പൂർണ്ണതപ്പെടുത്താൻ ക്രൂശിൽ നിന്ന് കേട്ട 7 മൊഴികളാൽ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, ഇന്ന് കേൾപ്പിച്ചത് 2 ചിന്തകളാണല്ലോ. എല്ലാം നിവൃത്തിയായി എന്ന സംതൃപ്തിയുടെ വചനവും, തികഞ്ഞ ആത്മസംതൃപ്തിയോടെ ലോകം വിട്ടുപിരിഞ്ഞ് നിയോഗം പൂർത്തിയാക്കി കടന്നുപോയി ദൈവസന്നിധിയിൽ താനായിരുന്നിടത്തെ യഥാസ്ഥാനപ്പെടുന്ന മെശിഹായുടെ പ്രഖ്യാപനവും. കർത്താവേ, ഞങ്ങൾ നിൻ്റെ പദ്ധതി നിവൃത്തിയാക്കുന്നവരും ഞങ്ങളുടെ നിയോഗം നിവൃത്തിയാക്കുന്നവരുമായി മാറാനും തികഞ്ഞ ആത്മസംതൃപ്തിയോടെ തിരുസന്നിധിയിൽ എത്തിച്ചേരുന്നവരാകാനും ഈ കേട്ട സന്ദേശമുഖാന്തരം ഞങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യമുണ്ടാകട്ടെ. കുരിശിലെ 7 മൊഴികൾ ഞങ്ങൾ ധ്യാനിച്ചത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ പുതുക്കമായി, വലിയ ഭാഗ്യമായി തീരട്ടെ. ഞങ്ങളെ പൂർണ്ണമായും വിനയപ്പെടുത്തി പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് മഹത്വമെടുക്കണം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. Maria.